ഈ ചടങ്ങിന് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി KFS മലപ്പുറം ജില്ലാ സെക്രട്ടറി SS സഞ്ജു, നമ്മുടെ വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ക്ലാസ് ഉദ്ഘാടനം ചെയ്ത നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറായ ശ്രീ കാർത്തിക് അയ്യപ്പ സാവകൾ, നിലമ്പൂർ സൗത്ത് ഡിവിഷൻ DFO ശ്രീ നൈറ്റ്ലാൽ സാർ, അതുപോലെ തന്നെ നമ്മുടെ ACF ആയ ശ്രീ രവീന്ദ്രൻ സാർ, ജയപ്രകാശ് സാർ, അതേപോലെ തന്നെ ഈ ക്ലാസ് കൈകാര്യം ചെയ്തെത്തിയ റിട്ടയർഡ് ACF ശ്രീ AO സണ്ണി സാർ, ഈ രീതിയിലിരിക്കുന്ന എല്ലാ വനകുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷനിലെ ജില്ലാ പ്രസിഡൻ്റായ CK വിനോദ്, സെക്രട്ടറിയായ നമ്മുടെ വിജയ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ 2023 ഭേദഗതി എന്തൊക്കെയാണ്, ഇതെല്ലാം കൃത്യമായി സാറ് നിങ്ങൾക്ക് പറഞ്ഞു. ഷെഡ്യൂളിലുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെ കാർത്തിക് സാർ പറഞ്ഞു. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, ഏതെല്ലാം രീതിയിലാണ് ശിക്ഷയിലോ മറ്റു കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയാണ് മാറ്റങ്ങളുള്ളത്, ഇതൊക്കെ കാടിൻ്റെ നേരറിവുള്ള നമ്മുടെ സണ്ണി സാറിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാം. ഏതായാലും ഇത് സംഘടിപ്പിച്ചത് വളരെ അർത്ഥവത്തായ ഒരു പരിപാടി ആയി. ഇതിന് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇത് കേട്ട് ഭാവിയിൽ ഇതിനനുസരിച്ച് പ്രവർത്തിക്കാനും കാടിനെ കാക്കാനും കാടും നാടും സമരസപ്പെടാനും കാടിനോടൊപ്പം നീങ്ങാനും അഭിവാഞ്ച ഉണ്ടാകട്ടെ, മനസ്സുണ്ടാകട്ടെ. എല്ലാ നന്മകളും നേരും. ലോക ജൈവ വൈവിധ്യ ദിനമാണ് ഇന്ന്. അപ്പോൾ ഇതേ ദിവസം തന്നെ തിരഞ്ഞെടുത്തതിലും വളരെ സന്തോഷമുണ്ട്. അപ്പം ആ വൈവിധ്യ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നിയമം എന്ന് പറയുന്നത് നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റാണ്. അപ്പോൾ അതിൻ്റെ അമെൻമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആവേണ്ടത് നമ്മുടെ ഈ നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളതും, അതുപോലെ തന്നെ ഈ വന്യജീവി സമ്പത്തിനെ സംരക്ഷിക്കുന്നതിന് നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലും ഒന്നാണ്. എന്തായാലും ഇന്നത്തെ ഇത്തരം ഒരു സംഘടന കുറെ കാലമായിട്ട് നിലമ്പൂരിൽ ഇത്തരം ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. ഈ സംഘടന ഇന്ന് പ്രത്യേക ഈ ഒരു ശില്പശാല വെക്കാനും അത്ര പ്രഗത്ഭനായിട്ടുള്ള നമ്മളെ സണ്ണി സാറെ പോലത്തെ ആളുകളെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ള നിങ്ങൾക്കൊരു ശില്പശാല തരാനും ഒരുക്കിയ ഈ സംഘടനയോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. 4 ഷെഡ്യൂളിൽ പ്രൊട്ടക്റ്റഡ് അനിമൽസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് അനിമൽസ് എന്ന് പറയുന്നത് 2 ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2. ഷെഡ്യൂൾ 3 എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നേരത്തെ ഷെഡ്യൂൾ 6 ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ഉണ്ടായിരുന്നല്ലോ, 6 പ്ലാന്റ്സ് ഞാൻ പറഞ്ഞില്ലേ, 6 സസ്യങ്ങളെ സംരക്ഷിച്ചിരുന്നത്, അതിനെ ഷെഡ്യൂൾ 3ലേക്ക് ഇട്ടു. പക്ഷേ ഇപ്പൊ സസ്യങ്ങളുടെ എണ്ണം 19 ആക്കി കൂട്ടി. സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന സസ്യമാണ്. അത് തോന്നിയ പോലെ വെട്ടാനും പിടിക്കാനും ഉപയോഗിക്കാനും പറ്റില്ല. നിങ്ങളുടെയൊക്കെ പറമ്പിലുണ്ടാവും പലയിടം, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ലാറ്ററായിട്ടുള്ള അത് വരുന്നുണ്ട്. അപ്പോ നിങ്ങളെ സൈലന്റ് വാലിയുടെ ഇപ്പൊ ആദ്യകാലത്ത് സൈലന്റ് വാലിയുടെ ഏത് ചിത്രം എടുത്താലും സിംഹവാലം തന്നെയാണ് കാണിക്കുക. ഇപ്പൊ സൈലന്റ് വാലിയുടെ ലോഗോയിൽ ഒരു പൂവിന്റെ പടമാണ്.